الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا ഒരു കുളിർമ തോന്നി. അള്ളാഹു ആ സഹോദരന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രാമീൻ പറഞ്ഞോ? രാമി ഉറക്കം പറ. എഴുന്നേറ്റ് ഓരോന്നിയെ നിങ്ങളുടെ കഴിയോ? ഇത്രയും ധൈര്യത്തിൽ പ്രീതിരിക്കുന്ന ഞങ്ങൾ ഇവിടെ വന്നു നിന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാണാതെ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ നോക്കുന്നുണ്ടെങ്കിൽ എത്ര നാളത്തെ പരിശ്രമമായിരുന്നു. നല്ല രീതിയിൽ ഖുർആൻ മതി. അള്ളാഹു സഹോദരൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് ആ സംഘാടകർ ചെയ്ത രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നാട്ടിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച രണ്ട് ഹാഫിളുകൾ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച സാധാരണ 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചതിലേക്ക് ആദരിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ 6600 വരുന്ന ആയത്തുകൾ കാണാതെ പഠിച്ച ആ മക്കളെ ആദരിക്കാൻ കാണിച്ച ഒരു മനസ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്ത ഒരു സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:30 സത്യമാണ്. ഞാൻ ഏത് വിഷയം പറയും പഠിച്ചനെ, ഏതെങ്കിലും ഒരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല, എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ചങ്ങാതി ഓടിയ ആയത്ത് കേട്ടപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാരും 1 മണിക്കൂർ ഇരിക്കൂലേ? 1 മണിക്കൂർ ഇരിക്കൂലേ? ശരി, ഇൻഷാ അല്ലാഹ്. എന്നോട് നിങ്ങൾക്ക് വല്ല വൈരാഗ്യമുണ്ടോ? വൈരാഗ്യമുണ്ടോ? ദേഷ്യമുണ്ടോ? ഞാൻ നിങ്ങളുടെ ആരെയും പൈസ ഒന്നും കടം വാങ്ങിച്ചിട്ടില്ല, മുങ്ങി നടക്കുന്ന ആളൊന്നുമില്ല. പിന്നെ എന്നെ കാണുമ്പോൾ എന്തൊരു ദേഷ്യം? നിങ്ങളൊന്നും മുന്നോട്ട് കയറിയിരുന്നു, മുന്നോട്ട് കയറിയിരുന്നു. എന്തായാലും എനിക്ക് നടന്നിരുന്നുണ്ട്. അക്കരെ ഇക്കരേക്ക് നിൽക്കുന്ന കാക്കാമാരെ അക്കരെ അവിടെ തന്നെ കാണും. ഈ റോഡും ഈ മതിലും ഇതെല്ലാം അവിടെ തന്നെ കാണും. നാളെ വേണമെങ്കിലും വന്നിരിക്കാം, എപ്പോ വേണമെങ്കിലും തോന്നിയിരിക്കുന്ന അവസരമുണ്ട്. പക്ഷെ ഇത് ഇന്നലെ രാത്രി മാത്രമേ ഉള്ളൂ. അവിടെ ചങ്ങായിമാർ ഒന്ന് മുന്നോട്ട് കയറുക. കാക്കാമാരെ ഒന്ന് സലാത്ത് പറഞ്ഞ് ആ മുന്നോട്ട് കയറാൻ മനസ്സില്ലാത്ത ഇക്കാക്ക് അല്ലാഹു ഒരു മനസ്സ് കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് ആരാണ് ഉറക്ക ആമീൻ പറയുന്നത്? ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുമ്പോ ഷഹാദത്ത് കഴിയുമ്പോ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
ഇപ്പൊ ആമീനൊക്കെ ശബ്ദം എല്ലാവർക്കും അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി പെരുമാറാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരെ, ഒരുപാട് അടുത്തുള്ള മഹിമയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്ക് സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരെ, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വല്ലാത്ത സന്തോഷത്തിൽ ചിരിയും കളിയും തമാശയുമായി നമ്മളിങ്ങനെ നടക്കുകയാണ്. ആരുടെ മുഖത്ത് നോക്കിയാലും വല്ലാത്ത സന്തോഷം, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാ പറയുക. അപ്പൊ ചിരിയും കളിയും തമാശയുമായി നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നു. നമുക്ക് മരണത്തെക്കുറിച്ചോ കബറിനെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ മഹ്ശറയെക്കുറിച്ചോ ഇതൊന്നും പറയുവാനുവേണ്ടി നമുക്ക് ഇഷ്ടമാകുന്നില്ല. മുസാദെ, എവിടെ പോയാലും മരണവും കബറും നരകവും ഈ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളല്ലാതെ വേറൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് പള്ളിയിൽ പോയാൽ അവിടെയും കേൾക്കുന്നത് നരകമാണ്. എന്നാൽ എവിടെയെങ്കിലും മഴ വെക്കുമ്പോൾ അവിടെ പോയാലും ഇവിടെയും കേൾക്കുന്നത് ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മരിച്ച വീട്ടിൽ പോലും നമുക്ക് പോകാൻ ഇഷ്ടമില്ലാതായിരിക്കുകയാണ്. അങ്ങനെ പോലും നമ്മുടെ മരണവും ഖബറും നരകവുമൊന്നും അതിനെക്കുറിച്ച് പറയുന്നതോ കാണുന്നതോ കേൾക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല, ഇഷ്ടമില്ലാതായിരിക്കുകയാണ്. എല്ലാവരും ശരിയും കളിയുമായി നടക്കുന്നു. ഒരുപാട് സന്തോഷം, വല്ലാത്ത സന്തോഷം. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്. കളിയും ചിരിയുമായി ആഘോഷിച്ചു നടക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ അധികമായിട്ട് ചിരിക്കുമ്പോ, ഒരുപാട് സന്തോഷിക്കുമ്പോൾ, നിങ്ങളുടെ പല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ വല്ലാതെ ചിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാ. അതിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കാൻ പറയുന്നതെന്നറിയുമോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ഭാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തുടിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുകയാണ്. എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരാ. എന്ന് പറയുന്ന മലക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ വാഴ പറയുന്ന എന്റെ മുന്നിൽ പടച്ചവനെ ഇറങ്ങി വരാ, ഇരിക്കുന്ന നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. പോകുമ്പോഴാണോ, വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണോ, കിടക്കുന്ന സമയത്താണോ, പടച്ചവനെ നിസ്കരിക്കുമ്പോഴാണോ, പടച്ചവനെ ഹോസ്പിറ്റലിലാണോ, ഇവിടെ വെച്ചാണ് മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. ഏത് നിമിഷവും മരണം നമ്മളിലേക്ക് കടന്നു വരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണചിന്തയോടുകൂടി വേണം നമ്മുടെ ജീവിക്കാൻ. അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്കില്ലടോ. പലരും പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് ഓർക്കണേ. മരിക്കേണ്ടവനാണെന്നുള്ള ചിന്ത ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. മരണമുണ്ട്, ഖബറുണ്ട്, നരകമുണ്ട്, മസ്റയുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്. ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാ. പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരിക്കലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ജീവിതമാണെന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴാണ് അസ്റായിൽ വരുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് അസ്റായിൽ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ
മരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുള്ള ഒരേ ഒരു കാര്യമുണ്ട്. ദൈവമില്ലെന്ന് പറയുന്നവനും വിശ്വാസമുള്ള ഒരു കാര്യമാണ്, ഒരു ദിവസം മരിക്കുമെന്ന് എല്ലാവർക്കും വിശ്വാസമാണ്. എപ്പോഴെവിടെ വെച്ചാണെന്ന് മാത്രം അറിയില്ല. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരണപ്പെട്ടാൽ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്തായാലും നമ്മളെല്ലാവരും മരിക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കൂലേ? നമ്മളൊക്കെ മരിക്കുമോ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈ മുക്കിക്കേ. മരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ 2 കൈ മുടലും മുക്കിക്കോ. പാപ്പാ നീ മുക്കിയാലും മുക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ മുക്കും. അല്ലാഹു മന്ത്രിമാറാകട്ടെ. മുക്കിയപ്പോ ഒരാളിപ്പോ മുക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഓനാന്തോ വെറുതെ വിടും ഇല്ല. എന്തായാലും നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. വെറുതെ മരിച്ചാൽ പോരാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെങ്കിലും ആ അസറായിന് കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് നീ മരിച്ച നീ രക്ഷപ്പെട്ടു, നീ സ്വർഗ്ഗത്തില്ല. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പിടിച്ചുമാറാകട്ടെ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പിടിച്ചുമാറാകട്ടെ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പിടിച്ചുമാറാകട്ടെ. അപ്പൊ 5 പറയാമെന്ന് ഞാൻ വാക്ക് പറയൂല. ഇൻഷാ അല്ലാഹ് ഇപ്പൊ 10:45 ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ സംഘാടകരെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് 8 മണിക്ക് പരിപാടി തുടങ്ങി. അപ്പൊ 8 മണിക്ക് മുമ്പേ വന്നവരാണ് ഇന്നത്. 8 മണിക്ക് വന്നവരാണെങ്കിൽ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 3-ാമത്തെ മണിക്കൂറിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇത് നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പരിധി ഞാൻ ലംഘിക്കില്ല ഇൻഷാ അല്ലാഹ്. തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ താമസിക്കത്തില്ല ഇൻഷാ അല്ലാഹ്. എനിക്ക് ആരോഗ്യപരമായിട്ട് ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ കണ്ണ് തീരുമ്പോൾ ഞാനും താഴെയാകും. അപ്പൊ അതുകൊണ്ട് തീരുന്നതിന് മുമ്പ് ഞാനും നിർത്തിയേക്കും. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 1-ാമത്തെ കാര്യം എന്താ? ഒരാളുടെ മുമ്പിലേക്ക് മരണം കടന്നു വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യമെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ആദം സന്തതികളെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാ. നമ്മളാരും മലക്കുകളല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എല്ലാവരും ആദമിന്റെ മക്കളെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ വന്നുപോയ പിഴവ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, പാപം ചെയ്യാത്തവരാളുമില്ല. ഞാൻ ചെയ്തവനാണ്, നിങ്ങളും ചെയ്തവനാണ്. അതിന് മര്യാദയും രഹസ്യമായും പരസ്യമായും പാപം ചെയ്തവരാണ്. അച്ഛവരെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്ക് പോലും നമുക്കറിയില്ല. അവർക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഇന്നത്തെ ഒരു ദിവസം എടുത്തു നോക്കണോ? കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ കണക്ക് പോലും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പിന്നെ ഇങ്ങനെയാണ് ഇത്രയും വർഷക്കാലം അല്ലാഹുവേ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ കുറിച്ച് കണക്കെടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സഹാബാ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്
ചെയ്തിട്ട് വേണം മരിക്കേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ മരിക്കരുത്. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല, തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവർ ചിന്തിക്കുന്ന ഉസ്താദേ ഞാൻ തൗബ ചെയ്യാം, ഉസ്താദേ ഞാൻ തൗബ ചെയ്യാം. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? മരണം വരുന്നതിന് മുമ്പാണ്, അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പാണ്. അപ്പോൾ എപ്പോഴാണ് അസ്റായിൽ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അറിയുന്ന കാര്യമാണ്. അല്ലാഹു പറഞ്ഞല്ലോ, നഫ്സനുമാതാ പ്രസിദ്ധവതാ ഒരു മനുഷ്യനെ പ്രിയപ്പെടുകണമെന്ന് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അത് പഠിച്ചവന് മാത്രം അറിയുന്ന രഹസ്യമാണല്ലോ. പഠിച്ചവനെ മനോഹരമായി കേട്ടവരാണ്, ദുരിത കേട്ടവരാണ്. നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് ഈ വാഴ നിൽക്കാമെന്നവരോട് പറയുകയാണ്, ഞാൻ ചെയ്തത് ഞാൻ ഓർക്കാം, നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഓർക്കോ. ആരും അറിഞ്ഞില്ലെങ്കിലും നിനക്കറിയുമല്ലോ ചെറുപ്പക്കാരാ, കണ്ണു പിടിച്ചതും കഞ്ചാവടിച്ചതും മയക്കുമരുന്ന് ഉപയോഗിച്ചതും വൃത്തികേടുകൾ ചെയ്തതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പാപങ്ങളും ഓർമ്മയുണ്ടല്ലോ. അവനവൻ ചെയ്ത പാപങ്ങൾ അവനവൻ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് പഠിച്ചതിനെ നമ്മൾ 40 പേരിൽ കൂടുതലുണ്ടല്ലോ. ഒരു മജ്‌ലിസാണ്, ഒരു മജ്‌ലിസാണ്, ഹജ്ജ് ചെയ്തവരുടെ മജ്‌ലിസാണ്, ഉംറ ചെയ്തവരുടെ മജ്‌ലിസാണ്, ആഫിയകളുടെ മജ്‌ലിസാണ്, അലിമീങ്ങളുടെ മജ്‌ലിസാണ്. ഗർഭിണികളും പ്രായമായവരും യാത്രക്കാരും രോഗികളും ദുനിയാവിലെ സ്വർഗവും നബി തങ്ങളുടെ പരിചയപ്പെടുത്തിയ ഒരു സ്ഥലമാണല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ജീവിതത്തിലെ നിമിഷം വരെ, ഈ ദിവസം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടൊന്ന് പൊട്ടിക്കടന്ന് ദുആ ചെയ്യാം. അല്ലാഹുവേ, ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. പക്ഷെ എപ്പോഴാണ് മരണം വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പോ ഈ വാഴ പറയുന്ന ഞാൻ ഇത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ, നമുക്ക് അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു ഒരു അവസരം തന്നിരിക്കുകയാണ്. ഒരുപാട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും എണ്ണി അല്ലാഹുവിനോട് പറഞ്ഞ് മുട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യന്തരമാറാകട്ടെ, അല്ലാഹു ഭാഗ്യന്തരമാറാകട്ടെ. തൗബയിലൂടെ ഉറക്കപ്പുറ തൗബയിലൂടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇന്ന് എന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ പോവുകയാണ്. ആ ഏറ്റുപറയുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ഇന്ന് ഒലിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പിരിയൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. ഈ ദുആ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവനും എണ്ണി പറയുമ്പോ ഒന്ന് കണ്ണ് നനയണം. അല്ലാഹുക്ക് നനയ്ക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നനയ്ക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കരഞ്ഞൂടെ, കരഞ്ഞൂടെ? ഈ നിങ്ങൾ ചെയ്ത പാപം ഓർത്തിട്ട് നിങ്ങൾക്കൊന്ന് കരഞ്ഞൂടെ? അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദ് എന്റെ കണ്ണ് നിറയും, ഞാൻ കരയും. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും എന്റെ കണ്ണിൽ നിന്ന് ഞാൻ ഒലിപ്പിക്കും. നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവപ്പിക്കും. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പാപം മുഴുവനും ഏറ്റുപറയുമ്പോ കരയാന്ന് തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈവപ്പിക്കുക. ഞാൻ എന്തെങ്കിലും അതുകൊണ്ട് വെക്കാൻ പറഞ്ഞു. ഈ കൈവയ്ക്കവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണ അല്ലാഹ്. ഉറക്കെ പറഞ്ഞ ഈ കൈവയ്ക്കവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണ അല്ലാഹ്. ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിൽ ഷഹാദത്ത് കലിമ പറഞ്ഞ് കടങ്ങൾ തീർത്ത് സ്വർഗത്തിന്റെ ചിത്രം കൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഈ കൈവയ്ക്കവരൊക്കെ നീ കൊടുത്തന റഹ്മാനെ. ഈ കൈവയ്ക്ക് എല്ലാവരെയും കൊടുത്തന പടച്ചവനെ.
ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. അതിനും കൂടെ ആമീൻ പറ. ആ കൈ പൊക്കാത്ത ആളെ നീ നന്നാക്കണേ പടച്ചവനെ. ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല. എടാ, നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും ഒന്ന് അള്ളാഹുടെ മുമ്പിൽ പറയുമ്പോ ഒന്ന് കരയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ലാതെ പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഒന്നുകൂടെ കൈ പൊക്കിക്ക്. ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഈ കൈ പൊക്കിയില്ലേ, ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ആക്കിക്കപ്പോട്ടെ. ഈ സദസ്സിലിരുന്നിട്ട് ഉസ്താദ് ഇരുന്ന് ദുആ ചെയ്യുന്ന സമയം ഞാൻ കരയും. ഇവിടെ വെച്ച് ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോ കരയുന്ന തീരുമാനമെടുത്ത സഹോദരാ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഈ കൈമുഖ്യവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെയ്യുന്ന സമയത്തിന് മനുഷ്യനെ കരഞ്ഞാൽ അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ നിർത്തിട്ട് ഇടമുള്ളവരും നരകവുമെല്ലാം നിർത്തിട്ട് മനുഷ്യനെ കണ്ണെന്ന് നിറഞ്ഞ അവന് കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയോ? പ്രതിഫലം കൈപൊക്കിയ സഹോദരങ്ങളോട് സഹോദരിയോട് പറയുകയാണ്, അല്ല നിനക്ക് തരുന്ന പ്രതിഫലമാണ്. ലക്ഷങ്ങളുടെ കോടികളെ കൊടുക്കുന്നതിന്റെ പേരുകളില്ല, സേനസഭന് കൊടുക്കുന്ന പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നവന് കൊടുക്കുന്ന പ്രതിഫലമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവന് കൊടുക്കുന്ന പ്രതിഫലമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ മഅദാനത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുന്നവന് കൊടുക്കുന്ന പ്രതിഫലമല്ല. ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങളെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് ആ സമയത്ത് നിന്റെ കണ്ണു നനഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മനുഷ്യരികളെ കല്ലുകളെ വിട്ടുപറ്റിക്കുന്ന മനുഷ്യരെയും കല്ലുകളെ വിട്ടുപറ്റിക്കുന്ന നരകമുണ്ടല്ലോ. ഭയാനകമായ നരകത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ നരകത്തിന്റെ തീ തൊടില്ലടോ സഹോദര. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. 3000 കൊല്ലം വെച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പലരും കരഞ്ഞുപോയത്, മുഖത്ത് ചിരി നഷ്ടപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്നു. അവിടെ 7 ആകാശം കടന്ന് പടച്ചറബിന്റെ സംവിധാനത്തിലേക്ക് കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കിടക്കുമ്പോഴും മലക്കുകൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാ കവാടങ്ങളും മലക്കുകൾ തുറന്നിട്ടുണ്ട്. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളും കടന്നുപോയി. പിന്നെ പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളിങ്ങനെ കടന്നു ചെല്ലുമ്പോ പ്രവാചകന്മാരെ കൊണ്ട് മലക്കുകളെ കൊണ്ട് വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. നിമിഷങ്ങൾ നോക്കുമ്പോ ഒരു മലക്ക് മാത്രം കടന്ന് തല പോലും ഉയർത്തുന്നില്ല. ഒരു മലക്ക് മാത്രം തന്റെ തല പോലും ഉയർത്തുന്നില്ല. പിടിച്ചിരുന്ന് കരയുകയാണ്. ആ
മലക്കിനൊരു സന്തോഷവുമില്ല, ആ മലക്കിനൊരു സന്തോഷവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലക്കിനെ ഇങ്ങനെ കാണുകയാണ്. എല്ലാവരും സന്തോഷിക്കുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു മലക്കിനെ കണ്ടപ്പോ തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. ആ മലക്കിന്റെ സന്തോഷം കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മാലിക്, സന്തോഷമില്ലാത്തത് ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് സന്തോഷമുണ്ട് നബിയേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, മുഖത്ത് സന്തോഷം വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അതിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറഞ്ഞ മലക്ക് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നരകം ഞാനൊന്ന് കണ്ടുപോയിരിക്കുകയോ, ഇതിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, നരകം ഞാനൊന്ന് കണ്ടു നബിയേ. ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്ത് സന്തോഷം വരില്ല നബിയേ. ഭയാനകമായ നരകമുണ്ടല്ലോ, മക്കാരോട് പറയാറുണ്ടല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചെയ്യുന്ന ഭയാനകമായ നരകം, ആ നരകത്തിന്റെ തീ തൊടാത്ത വിഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉദാഹരണം എന്തെന്നറിയുമോ? ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് കടന്നൊഴിച്ചു. ഒട്ടകത്തിന്റെ പാല് അതാ അതിന്റെ അകടിൽ നിന്ന് പാത്രത്തിലേക്ക് ഇങ്ങനെ കറക്കുകയാണ്. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, തിരിച്ച് അകടിലേക്ക് പോകാത്ത കാലത്തോളം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കടന്നു ഒരു മനുഷ്യന്റെ ശരീരം നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്കെന്ത് നരകമാണ് ഇന്നത്തെ തലമുറ ചോദിക്കുന്നത്, എവിടെയാണ് നരകമിരിക്കുന്നത്? നരകത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, നരകത്തിലെ തീയുടെ 70 അംശമാണെന്ന് പറയുന്നുണ്ടല്ലോ. എവിടെയാണ് നരകമിരിക്കുന്നത്? ഇന്ന് ചെറുപ്പക്കാർക്ക് വിശ്വസിക്കാമല്ലാത്ത മടിയാണ് എന്ന് പലരും കളിയാക്കുകയാണ്. ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ പണിയിലാണോ, ഇവിടെയാണ് നരകമിരിക്കുന്നതെന്ന് കളിയാക്കുന്ന ചെറുപ്പക്കാരാ. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് നരകത്തെക്കുറിച്ച് പറയുമ്പോ തലമുറച്ച് നടക്കണേ, അല്ലാഹുവിനെ പേടിച്ച് നടക്കണേ, ഇല്ലെങ്കിൽ നരകത്തിലിടുമെന്ന് അല്ലാഹുവിനെ ഉസ്താദന്മാരെന്ന് പറയുമ്പോ നിങ്ങള് എവിടെയാണ് നരകമിരിക്കുന്നതെന്ന് ചോദിക്കുന്നവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, കണ്ടാ വിശ്വസിക്കുമോ ചെറുപ്പക്കാരാ? നരകം കണ്ടാ വിശ്വസിക്കുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് നരകം കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് നരകം കൊണ്ടുവരുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് നോക്കുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പള്ളിയുടെയും പള്ളിയുടെയും കേരളയുടെയും പേപ്പട്ടിയുടെയും ഇടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, വൈദ്വാരങ്ങളിൽ കുടിവെച്ച് വെച്ച് വരുന്നവർ, പുതുമലയോളം വലിച്ചുകൊണ്ട് പയറ് വലിച്ചുകൊണ്ട് വരുന്നവർ, ഇതുപോലെ
തുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പീഡിച്ച് വിറച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ചെറുപ്പക്കാരാ. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. ഒരാൾക്കും ഔറത്ത് പോലും മറച്ചിട്ടില്ല. ഉമ്മമാരെ പ്രസവിച്ചിട്ടതുപോലാണ് നിങ്ങളെന്ന് പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്റെ തലയുടെ മുകളിൽ സൂര്യൻ വെച്ച് നിൽക്കുകയാണ്. ഈ 11 മണിക്ക് നിങ്ങൾക്ക് വിയർക്കുന്നില്ലേ? നിന്റെ വീട്ടിൽ നിൽക്കുന്ന ഹൃദയയുടെ ഉള്ളിലൂടെ വിയർപ്പുതുള്ളി ഒഴുകുന്ന വല്ലാതെ പ്രയാസപ്പെടുന്നില്ലേ? ചൂടെടുക്കുന്ന സഹോദര, നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് അസ്തമിച്ച മണിക്കൂറുകളായടാ. ഞങ്ങൾക്ക് പോലും നിനക്ക് ചൂടെടുക്കുന്ന ശരീരം വിയർക്കുന്ന ത്തിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ നമ്മുടെ തലയുടെ ഒരു ചാളമുകളിൽ നമ്മുടെ തലയുടെ ഒരു ചാളമുകളിൽ ഈ സൂര്യൻ താഴ്ത്തുകയാ. അടുക്കളയിലെ ചോറ് വെക്കുന്നത് കണ്ടിട്ടില്ലോ? ആ കലത്തിനകത്ത് കടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാ. ആ കലത്തിനകത്ത് കടന്നിട്ട് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീടാറുണ്ടല്ലോ. കാണാറില്ലേ മോള്? നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ എന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ. അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് അന്ന് തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് എന്റെ നാശമേ, എന്റെ നാശമേ, ഇന്ന് ഞാനും നിങ്ങളും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒന്ന് പീഡിച്ചു വിറച്ചുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ തല താഴ്ത്തി നിൽക്കുമ്പോ കടന്നു പോവുകയാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് കന്നിട്ട് അവിടെന്ന് പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവാ മാലിക്കേ. പറഞ്ഞിരിക്കുകയാണ്, അല്ല പറഞ്ഞിരിക്കുകയാണ് നരകത്തെ കൊണ്ടുവരാൻ. എങ്ങനെയാണ് ഈ നരകത്തെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാനാ? അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്കേ, പടച്ചറപ്പിന്റെ കൽപ്പനയാ. അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ എന്റെ അനുയായികളെ വിളിക്കുകയാണ്, എന്റെ അനുയായികളെ വിളിക്കുകയാണ്. മലക്കുകളോട് പറയുന്ന ചങ്ങല എടുത്തു കൊണ്ടുവരാൻ, മലക്കുകളോട് പറയുന്ന ചങ്ങല എടുത്തു കൊണ്ടുവരാൻ. 70,000 ചങ്ങലകൾ എടുത്തു കൊണ്ടുവരികയാ. 70,000 ചങ്ങലകളെ വലിച്ചു കൊണ്ടുവരികയാണ്. ഈ ആണിയെ കിട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ? വലിയ കുളത്തുകളെ ചേർത്ത് വച്ചല്ലേ ചങ്ങലയുണ്ടാക്കുന്നത്. എന്നാ 70,000 ചങ്ങല കൊണ്ടുവരുന്നുണ്ട്. ആ ചങ്ങലയുടെ വലിപ്പമല്ല, ആ ചങ്ങലയിലെ ഒരു കുളത്തിന്റെ വലിപ്പം അറിയുമോ? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ ഒരു കുളത്തിന്റെ വലിപ്പമുണ്ടല്ലോ. ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലിപ്പമുള്ള കുളത്തുകളെ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ നരകത്തെ എന്ന് ബന്ധിപ്പിക്കുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളാണ്. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളോ. നാട്ടി പിടിച്ചിട്ട് നരകത്തെ കൊണ്ടുവരുമ്പോ ചോദിക്കുന്നവരോട് ചോദിക്കുകയാ.
റബ്ബനാ എന്റെ രക്ഷിതാവായ നരകത്തിന്റെ പടച്ചവന്, നരകത്തിന്റെ വലിപ്പങ്ങളുടെ പടച്ചവന്, നരകത്തിന്റെ തീകന്റെ പടച്ചവന് നരകം കടന്ന് വിളിക്കുന്ന അഭ്യാസം എന്റെ ചെവി കൊണ്ട് കേട്ടു. അവസരം തരണേ കടന്ന് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സഹോദരാ ഭയാനകമായ നരകമുണ്ട്.